ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ പോയി ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു. ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫേസ് വാഷ്. ക്ലീൻ ആൻഡ് ക്ലിയർ, നല്ല ഫോമിങ് ആയിട്ടുള്ളൊരു നല്ല ഫേസ് വാഷാണ് ഇത്. പിമ്പിൾ ഫ്രീ അങ്ങനെയൊക്കെ സംഭവമാണ്. എനിക്ക് ഫേസ് വാഷ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പോയി ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വന്നു. ഇനി നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറിനെ കുറിച്ച് നേരെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം യൂസ് ചെയ്യുന്നതിന്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഞാൻ പോൺസിൻ്റെ ഹൈഡ്രാ മിറാക്കിൾ ലൈറ്റ് ജെൽ, സൂപ്പർ ലൈറ്റ് ജെൽ, ഇതാണ് യൂസ് ചെയ്യുന്നത്. കുറേ നാളായി ഇത് യൂസ് ചെയ്യുന്നു. നല്ല മോയ്സ്ചറൈസറാണ്. അങ്ങനെ ഫേസ് ഫുൾ അപ്ലൈ ചെയ്തു. നമ്മൾ എന്നെ അപ്ലൈ ചെയ്തു കഴുത്തിൽ കൂടി അപ്ലൈ, കാരണം അല്ലെങ്കിൽ ഫേസ് ഒരു കളർ, നെക്ക് വേറെ കളറായിരിക്കും. ഇനി നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതാ ഉദ്ദേശിക്കുന്നത് ഈ ഡ്രസ്സാണ്. അപ്പം ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ. ഞാൻ ഇപ്പോൾ വാങ്ങിച്ചതാണ്. ഇത് ബെറി ബ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു നല്ല സൺസ്ക്രീനായത്. ഇത് കൊള്ളാമെന്ന് തോന്നുന്നു. ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല, 2 ദിവസമായിട്ടേ ഉള്ളൂ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. ഞാൻ കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. 2 ദിവസം കൂടെ യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം ഇത് എങ്ങനെയുണ്ടെന്നൊക്കെ. ഇതിന് ഇതാട്ടോ ഷെയ്ഡ്, ഒരു പർപ്പിൾ കളർ. നല്ല രസമാണ്, മീൻസ് നല്ല സ്മെല്ലും നല്ല മണമൊക്കെയാണ്. അത്യാവശ്യം നല്ല സൺസ്ക്രീൻ ആണ്. ഒരു 1 വീക്ക് ഞാൻ യൂസ് ചെയ്തിട്ട് റിസൾട്ട് പറയാവേ. നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും നെക്കിലും കൂടി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ ഈ ഡ്രസ്സിനൊക്കെ നല്ല കഴുത്തുണ്ടല്ലോ, അപ്പോൾ ഫേസിലൊരു കളറ്, നെക്കിൽ വേറൊരു കളറ്, അങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു. ഇന്ന് നമുക്ക് അധികം ഒരുങ്ങിയൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് സൺസ്ക്രീനും മോയ്സ്ചറൈസറും പിന്നെ കുറച്ച് കോമ്പാക്ട് പൗഡറും ഇട്ടിട്ട് ഇന്നത്തെ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇതാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ലാക്മേയുടെ. ഇതിന് 280 റുപ്പീസ് ആയിരുന്നു. ഞാൻ വാങ്ങിയിട്ട് കുറച്ച് ദിവസമായത്, കുറച്ച് ദിവസം. അതിൻ്റെ കവറൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഭാഗ്യത്തിനൊന്നും പറ്റിയിട്ടില്ല. അല്ലെങ്കിലും ധൃതിക്ക് നമ്മൾ എവിടെ പോകാൻ ഒരുങ്ങുമ്പോഴും എന്തെങ്കിലുമൊക്കെ പൊട്ടുന്നത് പതിവാണല്ലോ. നെക്സ്റ്റ് നമുക്ക് ഐലൈനർ യൂസ് ചെയ്യാം. ഐലൈനർ ചെയ്ത് നോക്കി എഴുതി എനിക്ക് കറക്റ്റ് ആവില്ല, അപ്പോൾ ഞാൻ ഐലൈനർ എഴുതിയിട്ട് വരാം. അപ്പം ഐലൈനർ എഴുതി, ഒരു പൊട്ട് ഇട്ടു. ഈ ഹെയർ സ്റ്റൈൽ ഇന്ന് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ അധികം ഒരുങ്ങുന്നില്ല, അപ്പോൾ ജസ്റ്റ് ചെറിയൊരു നോർമൽ ഒരു ഹെയർ സ്റ്റൈൽ, വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് കെട്ടുക, അത്ര മതി. എവിടെ പോകുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ വ്ലോഗ് കാണുമ്പോൾ മനസ്സിലാവും. എനിക്കും സ്റ്റൈലൊന്നും നോക്കുന്നില്ല, ജസ്റ്റ് നോർമലി ഹെയർ ടൈ ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത്. ഇയറിങ്സ് ഇടണം, ഒരു ചെറിയ മാല, അല്ലെങ്കിൽ കഴുത്തൊരുമാതിരി ഇരിക്കുന്നുണ്ട്, നമുക്ക് ചെറിയ മാലയും ഇടാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് മാല ഫുള്ള് കുരുങ്ങിയിരിക്കുക. ഇത് ഈ മാല എൻ്റെ ഒരു ഫേവറേറ്റ് മാലയാണ്. പിന്നെ ഈ 2 സ്റ്റഡ് ഇയറിങ്സ്, കുഞ്ഞ് ഇയറിങ്സ് ആണ് ഇടുന്നത്. നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല, അതിൻ്റെ ഒരു കുറവ് കാണാനുള്ളൂ. കുഞ്ഞൊരു സ്റ്റഡ്. നെക്സ്റ്റ് മാല. ഓക്കെ, അപ്പം ഓൾ സെറ്റായി. നമുക്കിനി ലിപ്സ്റ്റിക് ഇടാം. ഫേസസ് കാനഡയുടെ ഒരു ഷെയ്ഡാണിത്. ഞാൻ അധികം ലിപ്സ്റ്റിക് ലവർ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഒരു നോർമൽ കുഞ്ഞൊരു ഹെയർ സ്റ്റൈൽ. ഇന്ന് റെഡിയായി എവിടെ പോകുന്നത് വെച്ചാൽ, ചേട്ടൻ മരിച്ചിട്ട് 2 വർഷമായി. അപ്പോൾ നമ്മളിന്ന് ഒരു ഓർഫനേജിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്, അപ്പം അവിടേക്ക് പോവാം. അതാണ് ഞാൻ അധികം ഒരുങ്ങുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പം അവിടുത്തെ വിശേഷങ്ങളായിട്ട് കാണാവേ. ഉച്ചയായിട്ടോ, ചെറിയൊരു പിണക്കത്തിലാണ് ഞാനും തേയും കൂടി. അപ്പം നമ്മൾ ഓട്ടോയിലാണേ പോകുന്നത്. അപ്പോൾ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്ത് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോ വന്നു. അങ്ങനെ ഓട്ടോയിൽ കയറി. ഞങ്ങൾ വഴക്കാണെങ്കിലും ഓട്ടോയിൽ കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വഴക്കൊക്കെ മാറി കേട്ടോ. അവളെൻ്റെ മടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വഴക്കൊക്കെ മാറി. പിന്നെ നേരെ പോയത് ഓർഫനേജിലേക്കാണ്.
അവിടെ ഞാൻ പറഞ്ഞല്ലോ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. എനിക്കറിയില്ല അത് എവിടെയാണ്, പക്ഷേ എൻ്റെ വീടിനടുത്താണെന്ന് മാത്രം അറിയാം. പക്ഷേ ഇതുവരെ പോയിട്ടൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് ടൈം പോവാണ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഓർഫനേജ്. കുറച്ച് ദൂരം മാത്രമേ ഉള്ളായിരുന്നു. ജസ്റ്റ് ഇത്ര അടുത്താണ് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഈ വഴിയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. എന്നിട്ട് കൂടി എനിക്കറിയില്ലായിരുന്നു ഇതാണ് ഓർഫനേജ് എന്ന്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അവിടെ ചെന്നിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല എന്ന്. ലാസ്റ്റ് തന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ വീഡിയോസൊന്നും എടുക്കാം. ഞാൻ അവിടെ ചെന്നപ്പം വീഡിയോസ് എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചില്ല. മാത്രമല്ല അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വീഡിയോസ് എടുക്കാനും തോന്നിയില്ല. പോയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല വെയിലുണ്ടായിരുന്നു. ഉച്ച സമയത്തല്ലേ പോയത്. അപ്പം കുറച്ച് താഴേക്ക് പോകുമ്പോഴത്തേക്ക് ഓട്ടോ കിട്ടും. അപ്പോൾ ഞങ്ങൾ താഴേക്ക് നടക്കുമായിരുന്നു. നല്ല വെയിലായതുകൊണ്ട് അമ്മ എനിക്ക് ഐസ്ക്രീം വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി 3-4 കോൺ ഐസ്ക്രീമൊക്കെ വാങ്ങി. എനിക്ക് ചോക്കോ ബാർ അത്ര ഇഷ്ടമല്ല. മാംഗോ ബാർ ഇഷ്ടമാണ്, പക്ഷേ ചോക്കോ ബാർ ഇഷ്ടമല്ല. എനിക്ക് ചോക്ലേറ്റ് ഫ്ലേവർ വരുന്നുണ്ടായിരിക്കും എനിക്ക് ചോക്കോ ബാർ അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ മാംഗോ ബാർ നോക്കിയപ്പോൾ മാംഗോ ബാർ അവിടെ കണ്ടില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ബോളിനോടും കോൺ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കോണിലേക്ക് എൻ്റെ കണ്ണിനെ ആകർഷിച്ചു. പിന്നെ ഞാൻ ഒരു പിസ്ത ഫ്ലേവറും പിന്നെ മറ്റേതിൻ്റെ ഫ്ലേവർ എന്താ ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അങ്ങനെ ആ 2 ഐസ്ക്രീമൊക്കെ വാങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു ചേട്ടൻ്റെ ഓട്ടോ തന്നെ കിട്ടി. അപ്പോഴത്തേക്ക് നേരെ അതിൽ കയറി തിരിച്ച് വരിക കേട്ടോ ചെയ്തത്. 2 ഐസ്ക്രീം അല്ലാട്ടോ 4 വാങ്ങിയിട്ടുണ്ടായിരുന്നു, 4 പേർ കൂടി. അപ്പ നേരിട്ട് പിന്നെ കടയിലേക്ക് തന്നെ പോയി. അപ്പം അപ്പായ്ക്ക് ഐസ്ക്രീം വാങ്ങിയിട്ടില്ല. ഞങ്ങൾ കഴിച്ച് നടന്ന് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല വെയിലായിരുന്നു. അപ്പോൾ വെയിലത്ത് നടന്ന് പോകുന്ന കാര്യം കുറച്ച് പാടായതുകൊണ്ട് എനിക്ക് പിന്നെ ഓട്ടോയിൽ തന്നെ പോകാൻ നിന്നു. കറക്റ്റ് സമയത്താട്ടോ ഞങ്ങളുടെ അടുത്തുള്ള ചേട്ടൻ്റെ ഓട്ടോ കണ്ടത്. അങ്ങനെ അതിൽ തന്നെ കയറി വരാൻ പറ്റി. ഓട്ടോ കിട്ടിയില്ലെങ്കിൽ വെയിലത്ത് നടക്കാമെന്നായിരുന്നു. അങ്ങനെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കാരണം അങ്ങോട്ടേക്ക് നമുക്ക് ബസ്സില്ല. അപ്പോൾ നടന്ന് പോകേണ്ടി തന്നെ വരും. പിന്നെ നടക്കണം എന്നല്ലോ ഓർത്ത് വിഷമിച്ചിരുന്നപ്പോഴാണ് കറക്റ്റ് ഓട്ടോ കിട്ടിയത്. അതിൻ്റെ സന്തോഷത്തിലായിരുന്നു കേട്ടോ ഞാനിതേ. ഹലോ, അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞായിരുന്നല്ലോ ചേട്ടൻ മരിച്ചിട്ടൊരു 3 വർഷമായതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഓർഫനേജിൽ ഫുഡ് കൊടുക്കുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമെന്ന്. പക്ഷേ എനിക്ക് അവിടെ ചെന്ന് ഇപ്പോൾ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ പോകാൻ കുറച്ച് ലേറ്റായി. ഒരു 12:45 ആയപ്പോഴാണ് പോയത്. മീൻസ് അവർക്ക് നേരത്തെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അവർ നേരത്തെ കഴിച്ചായിരുന്നു. അപ്പം നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അവർ ഫുഡൊക്കെ കഴിച്ചു. കൈ കഴുകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അവർക്ക് നോൺ വെജ് അല്ല, അവർക്ക് ഫുൾ വെജാണ് കൊടുക്കുന്നത്. അവർക്ക് ചോറ് കറി അങ്ങനത്തെ കൊടുക്കും. പക്ഷെ നമ്മൾ ചെല്ലുമ്പം നമുക്ക് നോൺ വെജ് ആയിട്ടുള്ള മീൻ കറി, തോരൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ തരും. നോൺ വെജും നമുക്ക് തരും. പക്ഷെ അവർക്ക് വെജിറ്റേറിയൻ മാത്രമേ കൊടുക്കത്തുള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈം അവിടെ പോകുന്നത്. ഇതിന് മുൻപ് പോയപ്പം ഞാൻ എറണാകുളത്തായ കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. അന്ന് എനിക്ക് തോന്നുന്നു അമ്മയും അപ്പായും പിന്നെ അടുത്തുള്ള കുറച്ച് പിള്ളേരൊക്കെ ചേർന്നിട്ടാണ് പോയത്. ഈ വട്ടം ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ പോകാൻ പറ്റി. ഇപ്പോൾ പോയപ്പോൾ എനിക്ക് 43 പേരെന്തോ ആണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വട്ടം പോയപ്പോൾ അവർ പറഞ്ഞത് 49 പേരെന്തോ ഉണ്ടായിരുന്നു. ഇപ്പം 43 പേരെന്തോ ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേപോലെ പോയപ്പം എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ. അപ്പോഴേ ഞാൻ വിചാരിച്ചത് എനിക്ക് ഈ വട്ടമെങ്കിലും പോകണമെന്ന്. അപ്പം ഈ വട്ടം പോയി കാണാൻ പറ്റി. അവിടെ എനിക്കൊന്ന് ഒരു നേരത്തെ ഫുഡ് കൊടുക്കുന്നതിന് 5000 അത്രയെന്തോ ഉള്ളൂ. അപ്പം ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ചേട്ടൻ മരിച്ചിട്ട് 3 വർഷമായതിൻ്റെ ഒരു ഓർഫനേജിൽ ഫുഡ് കൊടുക്കാൻ പോയി. മീൻസ് അത്ര ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഐസ്ക്രീം കഴിക്കാം. അപ്പോൾ ഞാൻ പോയി വന്ന ക്ഷീണത്തിൽ ഐസ്ക്രീമൊക്കെ കഴിക്കട്ടെ. നിങ്ങളും ഹാപ്പി ആയിട്ടിരിക്കൂ. ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവേ. ബൈ ബൈ.